PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച വളരെ ചൂടുപിടിച്ചൊരു സമയമാണിത്. ഏത് രീതിയിലായിരിക്കും ഇത് നടപ്പാക്കപ്പെടുമോ, നടപ്പാക്കപ്പെടില്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. PM ശ്രീ പദ്ധതിയിൽ കേരളത്തിന്റെ LDF സർക്കാർ, കഴിഞ്ഞ സർക്കാർ അത് ഒപ്പിടുകയുണ്ടായി. നമുക്കൊക്കെ അറിയുന്നത് പോലെ SSK പദ്ധതിയിലെ പണം തടഞ്ഞു വെക്കും, ഫണ്ട് തടഞ്ഞു വെക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ കഴിഞ്ഞ LDF സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അത് വ്യക്തമാക്കുകയുണ്ടായി. പിന്നീട് അന്ന് ശിവൻകുട്ടി, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പുവെക്കും, അങ്ങനെ SSKയുടെ ഫണ്ട് വാങ്ങും, ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ വന്നാൽ ഞങ്ങൾ പദ്ധതി നടപ്പാക്കാതിരിക്കും എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ പദ്ധതി മരവിപ്പിച്ചു എന്നൊക്കെ LDF സർക്കാർ പറയുമ്പോഴും അങ്ങനെ ഒരു കാര്യം അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ആ കരാറിന്റെ പ്രത്യേകത. കാരണം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പോയിട്ട് ഒപ്പിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ നിന്ന് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള ഒരു കരാറാണ്. ആ കരാറ് സ്വാഭാവികമായി റദ്ദ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് മാത്രമായി കഴിയും എന്നുള്ളത് ഒട്ടും പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ LDF പറയുന്നത് മരവിപ്പിച്ചതാണ്, നടപ്പാക്കരുത് എന്ന് ഞങ്ങളന്ന് തീരുമാനിച്ചതാണ് എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ല. ഒന്നൊരു യാഥാർത്ഥ്യമാണ്, പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ പിന്മാറാം. അത് അറിയിപ്പ് കൊടുത്ത് വ്യക്തമായിട്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വേണമെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന് പോവാൻ കഴിയും, നിലവിലെ സർക്കാരിന് പോവാൻ കഴിയും. 1158 കോടി ഉറുപ്പികയാണ് ശരിക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് വിദ്യാഭ്യാസ പദ്ധതികൾക്കായിട്ട് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 98 കോടി രൂപ മാത്രമാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന്റെ ഭാഗമായിട്ട് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള പണമൊക്കെ അവിടെ കിടക്കുകയാണ്. മാത്രമല്ല, എല്ലാ വർഷവും 500 കോടിയോളം രൂപ വിദ്യാഭ്യാസ പദ്ധതികൾക്കായിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണമുണ്ട്. അതൊക്കെ തടയപ്പെടും എന്നുള്ളതാണ്, ഈ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ തടയപ്പെടും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒപ്പിടാൻ കേരളം തയ്യാറായിട്ടുള്ളത്. PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ 1600 കോടി രൂപയാണ് സംസ്ഥാനത്തിന് PM ശ്രീ പദ്ധതി അല്ലെങ്കിൽ അതുവഴി NEP നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമാകുക. ഈ കരാറിൽ നിന്ന് പിന്മാറുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ 1600 കോടി രൂപ കേരളത്തിന് നഷ്ടമാവും എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയുടെ 60% സെൻട്രൽ ഗവൺമെന്റ് തരുന്നത്. ബാക്കി 40% കേരള സർക്കാർ, അതാത് സംസ്ഥാനങ്ങൾ തന്നെ എടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ 1600 കോടി എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കുന്ന ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റ് പദ്ധതി വിഹിതം ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുന്നതിനെതിരെ കോടതിയിൽ പോവുക എന്നുള്ളതാണ് അഭികാമ്യം. നമുക്കറിയാം, പഞ്ചാബ്, പല സ്റ്റേറ്റുകളും ഇത് നടപ്പാക്കി, ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ആണ് ഈ PM ശ്രീയിൽ ഒപ്പിടുന്നതോട് കൂടിയിട്ട് അതാത് സ്റ്റേറ്റുകളിൽ നടപ്പാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ കരാറിൽ നിന്ന് മാറി നിന്നിട്ടുള്ള, ഇതിൽ ഒപ്പിടാതെ മാറി നിന്നിട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. പഞ്ചാബ് ഇതുപോലെ മാറി നിന്നിട്ട് അവർക്ക് അവരുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട മറ്റ് ഫണ്ടുകൾ ലഭ്യമാവാതിരുന്നതിനെ തുടർന്ന് അവരും പിന്നീട് പദ്ധതിയിൽ ഒപ്പിടുകയും PM ശ്രീ അംഗീകരിക്കുകയും അവിടെ NEP നടപ്പാക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് ഈ പദ്ധതിയിൽ PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ അവർക്ക് മറ്റ് പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ മറ്റൊരു ദേശീയ ഹിന്ദി പഠനമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം പിടിച്ചപ്പോൾ അവർ അതിൽ തയ്യാറാവാതിരിക്കുകയും കോടതി പോവുകയും ആണ് ഉണ്ടായത്. ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന പണം സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസത്തിനായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഫണ്ടിലേക്കായിട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന തുക കേന്ദ്രം വയ്ക്കുന്ന ഒരു ഉപാധി, ഇന്ന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ പദ്ധതി വിഹിതം കൊടുക്കുകയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് തയ്യാറാവാത്തതിന്റെ പേരിൽ പൊതു വിദ്യാഭ്യാസ ഫണ്ട് അനുവദിക്കാതിരിക്കുന്നത് തെറ്റാണ്. ആ ഒരു രീതിയിൽ അതിനെ കോടതിയിൽ പോയി ചോദ്യം ചെയ്യുന്നതിന് തമിഴ്നാട് സർക്കാർ തയ്യാറായിട്ടുണ്ട്. ആ കേസ് നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് ആ ഒരു സമീപനം എടുക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് അതിനെതിരെ വേണ്ട വിധത്തിൽ ഒരു ചർച്ച അന്നത്തെ ക്യാബിനറ്റിനകത്ത് പോലും നടപ്പാക്കാതെയാണ്, അല്ലെങ്കിൽ നടക്കാതെയാണ് PM ശ്രീയിൽ പോയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി പോയിട്ട് ഒപ്പിട്ട് വരുന്നത്.
വാസ്തവത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള CPI ഈ പദ്ധതിക്കെതിരെ, ഈ ഒപ്പിട്ടതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് പദ്ധതി മരവിപ്പിക്കാൻ, അല്ലെങ്കിൽ പദ്ധതിയിൽ നിങ്ങൾ പിന്മാറാൻ തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ അന്നത്തെ LDF സർക്കാർ പറയുന്നത്. ആ സമയത്ത് നമുക്കറിയാം, ഇന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് സംഘവും അതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. പദ്ധതി നടപ്പാക്കുന്നതിന്റെ PM ശ്രീ നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്താ സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആയിട്ട് നടക്കണ്ടായി. വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അന്നത്തെ പ്രതിപക്ഷം തന്നെ, അന്നത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്നുകൊണ്ട് സഭയ്ക്കകത്ത് PM ശ്രീക്കെതിരെ ഒരു നിലപാടെടുക്കുകയും ആ രീതിയിൽ തമിഴ്നാട് ചെയ്തതുപോലെ കോടതിയിലേക്ക് പോവുക എന്നുള്ളതുമാണ്. കാരണം ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ PM ശ്രീ പദ്ധതി ഒപ്പിടുന്നതോടുകൂടി കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിൽ നടപ്പാക്കാൻ പോകുന്നത് NEP ആണ്, ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞിട്ട് മറ്റ് പല സ്റ്റേറ്റുകളിലും എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇവിടെ ഏറ്റവും ഊർജത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ചാണകമാണെന്നും, അതുപോലെ ലോകത്തുള്ള എല്ലാ ശാസ്ത്ര വിവരങ്ങളും അടങ്ങിയിട്ടുള്ളത് ഭാരതം, അവർ പറയുന്നത് ഭാരതം എന്നാണ്. ഭാരതത്തിന്റെ വേദ പുസ്തകങ്ങളിലാണ് ലോകത്തുള്ള എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം എന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വിഡ്ഢിത്തങ്ങൾ കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിനകത്താണ് വാസ്തവത്തിൽ ഈ PM ശ്രീ പദ്ധതി വഴി ഒപ്പിട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ, അല്ലെങ്കിൽ ബാക്കി അതിനകത്തുള്ള UDF നേതാക്കൾ അന്ന് എടുത്തിട്ടുള്ള അതേ നിലപാട് ഇപ്പോഴും തുടരുകയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, അന്ന് ആ പദ്ധതിയിൽ ഗതികേട് കൊണ്ട് ഒപ്പിട്ടു എന്ന് പറയുന്ന പ്രതിപക്ഷം, ഇന്നത്തെ പ്രതിപക്ഷം, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ പ്രതിപക്ഷം, വാസ്തവത്തിൽ ഈ സമയത്ത് പോലും ഒന്നിച്ചു നിന്ന് PM ശ്രീക്കെതിരെ നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കൂടിയാലോചന നടത്തുകയാണ് വേണ്ടത്. പൊതുരീതിയിൽ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലയ്ക്ക് ഒരു തീരുമാനം എടുക്കുകയും അതൊന്നിച്ച് തീരുമാനം എടുക്കുകയും അതിനെ കോടതിയിൽ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കേരളത്തിന് ലഭ്യമാകേണ്ടുന്ന ഈ 500 കോടി, ഓരോ വർഷവും ലഭ്യമാകേണ്ടുന്ന 500 കോടി അതുപോലെ ഒക്കെ അതെല്ലാം പിൻവലിക്കും, അല്ലെങ്കിൽ അതൊന്നും അനുവദിക്കില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ടുന്ന പണം അത് അവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് കേന്ദ്രം ശരിക്കും പറഞ്ഞാൽ അതിൽ കോടതിയിൽ പോയി ചോദ്യം ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. തീർച്ചയായിട്ടും അതിന് തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ കൂടെ വന്നത് PM ശ്രീ തീരുമാനിച്ചു, അല്ലെ പച്ചക്കൊടിയായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോഴും പദ്ധതി നടപ്പാക്കണമോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഉപസമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി അതിൽ ചെയർമാനായിട്ടും, അതുപോലെ റെജി M ജോണ്, PC വിഷ്ണുനാഥ്, M ലിജു തുടങ്ങിയവർ ഉള്ള ഒരു ഉപസമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഉപസമിതി യോഗം ചേർന്ന് ഇതിന്റെ വരുമരായികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നടപ്പാക്കിയാലുള്ള പ്രശ്നം, ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അതിന്റെ ഘടനാപരമായിട്ടുള്ള മാറ്റം വരുന്നുണ്ട്. ഘടനാപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് LP, UP, അതുപോലെ ഹൈസ്കൂള്, പിന്നെ ഹയർ സെക്കൻഡറി, ആ ഒരു രീതിയിലാണ് നമ്മളുടെ ഒരു വിദ്യാഭ്യാസ രീതി തുടർന്നു പോകുന്നത്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ 5 വർഷത്തെ ഒരു ഫൗണ്ടേഷൻ, പിന്നെ പ്രിപ്പറേറ്ററി പറഞ്ഞിട്ട് ഒരു 3 വർഷം, പിന്നെ മിഡിൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 വർഷം, പിന്നെ ഒരു സെക്കൻഡറി 4 വർഷം. ആ ഒരു രീതിയിലൊരു സമ്പ്രദായമാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. അപ്പൊ അത്തരം ഒരു പദ്ധതി നമ്മളുടെ ഇവിടുത്തെ കുറച്ച് സ്കൂളുകളിൽ മാത്രമായിട്ട് നടപ്പാക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല എന്നുള്ള നിലയ്ക്കൊക്കെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ചർച്ച വരുന്നുണ്ട്. ഇത് ഘടനാപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പക്ഷെ സിലബസിനകത്ത് NCERTയുടെ സിലബസാണ് നടപ്പാക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമെന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നുകൊണ്ട് PM ശ്രീയെ എതിർക്കുകയും സംഘപരിവാര അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒന്നിച്ചുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞങ്ങൾ കോടതിയിൽ പോകാൻ തയ്യാറാണ്, കോടതിയിൽ പോകുന്ന ഈ ഭരണപക്ഷത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രതിപക്ഷം പറയുകയും ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. കാരണം അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ പ്രതിപക്ഷവും എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് PM ശ്രീക്ക് എതിരായിട്ടുള്ള നിലപാടാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് ഒന്നിച്ചു നിന്നുകൊണ്ട് സംഘപരിവാര അജണ്ട നടപ്പാക്കുന്നതിനെതിരായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. കോടതിയിൽ പോവുക, കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ കേരള സർക്കാരും ഇവിടുത്തെ പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നുകൊണ്ട് ചെയ്യേണ്ടത്.